നൈജീരിയയിൽ കഴിഞ്ഞയാഴ്ച 2 വ്യത്യസ്തയിടങ്ങളിലെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിച്ച ആയുധധാരികൾ പള്ളിയിലെ പുരോഹിതനെയും 80-ലധികം വിശ്വാസികളെയും തട്ടിക്കൊണ്ടുപോയി. നൈജറിലും കഡുനയിലുമായിരുന്നു അതിക്രമങ്ങൾ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നൈജറിലെ സുലേജയിൽ മാലാഖമാരുടെ പള്ളി ആക്രമിച്ച ആയുധധാരികൾ രാത്രികാല ആരാധനയ്ക്കായി എത്തിയ 1 ഡസനിലേറെ വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയത്. അക്രമി സംഘത്തിൽ ഫുലാനി ഇടയന്മാരുമുള്ളതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. പുരോഹിതനെയും ഏതാനും വിശ്വാസികളെയുമാണ് കടത്തിക്കൊണ്ടുപോയത്. സുലേജയിലെ പട്ടാള ബാരക്കിൽ നിന്ന് സൈന്യമെത്തിയെങ്കിലും അക്രമികൾ കടന്നുകളഞ്ഞു. പിറ്റേന്നാണ് കഡുനയിലെ കസ്വാൻ മഗാനിയിലുള്ള പള്ളിയിലെ ആക്രമണം. രാത്രികാല പ്രാർത്ഥനയ്ക്കെത്തിയ 57 വിശ്വാസികളെയാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. 1 ഡസനോളം ആളുകൾ രക്ഷപ്പെട്ടുവെങ്കിലും 43 പേർ ഇപ്പോഴും പിടിയിലാണെന്ന് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയയുടെ കഡുന സംസ്ഥാന ചെയർമാൻ റവറാൻ ഫാദർ ജോൺ ജോസഫ് ഹയാബ് പറഞ്ഞു. വൻതുകയാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം രാജ്യത്ത് 4650 ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടതെന്ന് ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു.